വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പാർലറിൽ പോകാതെ വീട്ടിൽ തന്നെ എങ്ങനെ നമ്മുടെ കൈമേലത്തെയും കാലുമേലത്തെയും ഹെയർ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ വീഡിയോ. നമ്മൾ 10 പൈസ ചെലവില്ലാതെയാണ് ഈ ഒരു സംഭവം ചെയ്തെടുക്കാൻ പോണത്. അത് മാത്രമല്ല, നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഈ ഒരു കാര്യത്തിനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിനെക്കാട്ടി മുന്നേ എന്നെയും എന്റെ ചാനലിനെയും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നിനും മറക്കരുത്. എന്റെ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് ഇടാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മൾ ഷുഗർ വാക്സിൻ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ 3 സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമെങ്കിൽ അത്രയും എടുക്കുക. ഞാനിവിടെ കാലിൽ മാത്രം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് 3 സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിലേക്ക് തേനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അതിലേക്ക് ഇതേപോലെ അരമുറി നാരങ്ങയാണ് ഞാൻ എടുക്കുന്നത്. അതിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് പിഴിയാനായിട്ട് നോക്കുക. ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എനിക്ക് പിഴിയാനായിട്ട്. ഞാൻ ആദ്യം കുരുവൊക്കെ കളഞ്ഞെടുത്തായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ അതേ വീണ്ടും അതിൻ്റെ അകത്തുനിന്ന് കുരുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 എണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് എടുത്ത് മാറ്റിയായിരുന്നു. അപ്പോൾ നിങ്ങളത് പിഴിയുമ്പോൾ സൂക്ഷിച്ചും കണ്ടും പിഴിയുക. ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. വെള്ളം ഇതേപോലെ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അതിൽ ഒരു 1/4 ഭാഗമെങ്കിലും എടുക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ പകുതി എടുത്താലും മതി. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതേ രീതിയിൽ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഞാനിവിടെ 1/4 ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. അതായത് ഈ ഒരു പഞ്ചസാര ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ലയിച്ചിറങ്ങണം. അലിഞ്ഞ് ചേരാന്നൊക്കെ പറയില്ലേ, അതേപോലെ അലിഞ്ഞ് പോകണം. നമുക്ക് വെള്ളം മാത്രമായിട്ട് കിട്ടണത്. ഇതേപോലെ എല്ലാ പഞ്ചസാരയും അലിഞ്ഞ് കിട്ടണം. ഇത് നമുക്കിനി അടുപ്പത്തേക്ക് വെക്കാം. അങ്ങനെ ആ ഒരു മിക്സ് നമ്മൾ ഗ്യാസിലേക്ക് വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് തിരക്ക് പിടിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കേടായി പോകാനും നല്ല രീതിക്ക് അടി പിടിക്കാനും ഭയങ്കര കട്ടിയായി പോകാനൊക്കെ ആയിട്ട് ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ വിചാരിച്ച ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടാനായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എന്താ പറയുക, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് നമ്മൾ കൈ എടുക്കാൻ പാടില്ല കേട്ടോ. ഈ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി നിൽക്കണ്ട. അതേപോലെ കുറച്ച് കഴിയുമ്പോൾ ഇതേപോലെ പതയൊക്കെ വരും. അത് കഴിഞ്ഞ് ഒന്നും കൂടി ഒന്ന് അത് കട്ടിയായി പിന്നെയും നല്ല രീതിക്ക് പത വരും. അതും വീണ്ടും ഒന്ന് കട്ടിയായിട്ട് ഈ ഒരു രീതിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇതേപോലെ എന്താ പറയുക, ലൈനായിട്ട് ഇങ്ങനെ വിട്ട് വരാതെ ലൈനായിട്ട് വരില്ലേ, ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഗ്യാസ് ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ തന്നെ വെക്കാതിരിക്കുക. പെട്ടെന്ന് തന്നെ ഇതേപോലത്തെ ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ചൂടായിരിക്കും ആ പാത്രം. അതിൽ ഇരിക്കുമ്പോൾ വീണ്ടും പെട്ടെന്ന് കട്ടി പിടിച്ച് പോകാനും ചൂടായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് വേഗം തന്നെ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. പാത്രത്തേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം അപ്പം തന്നെ എടുത്തിട്ട് നമ്മുടെ മേത്ത് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. നല്ല ചൂടുണ്ടാവും. അങ്ങനെ എടുത്ത് മേത്ത് വാരി തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊള്ളി ഇളകുന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അതുകൊണ്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ കാലിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. കാരണം എൻ്റെ കയ്യുമ്മലും എൻ്റെ ഫേസിലും ഹെയർ ഇല്ല. കാലുമ്മലാണ് കുറച്ചധികം ഹെയർ ഉള്ളത്. എന്നാലല്ലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കാലുമ്മ തന്നെ അപ്ലൈ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷുഗർ വാക്സ്. ഇനി നമുക്കിത് കാലിലേക്ക് അപ്ലൈ ചെയ്ത് കാണിച്ച് തരാം. നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം നിങ്ങൾ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തം കൂടി പൊള്ളി വാരി ഇരിക്കും. അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. ഇതിപ്പോൾ നല്ലോണം തണുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര കട്ടിയായിട്ട് ഇരിക്കണത്. ഇത് ഞാൻ കാലുമ്മ ഇത്രേ ഭാഗത്തേക്ക് നല്ലോണം തേച്ചിട്ട് നല്ല രീതിക്ക് തന്നെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. കുറച്ച് പണിയാണ്. കൈമ്മലൊക്കെ ഒട്ടിപ്പിടിക്കും നമ്മുടെ. അത് നല്ലോണം തണുത്ത കാരണം കേട്ടോ. കുറച്ചും കൂടി ഒരു ഇതായിരുന്നെങ്കിൽ നല്ലോണം കിട്ടിയാനെ. പക്ഷേ എൻ്റെ നല്ലോണം തണുത്ത് ഞാൻ കുറേ നേരം വെച്ചു. എനിക്ക് പേടിയായിട്ട്. കാരണം വേറെ ഒന്നല്ല, പൊള്ളിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് ഇതിൻ്റെ മേലെ കൂടെ നമുക്ക് കോട്ടൻ്റെ ഒരു തുണി, വെള്ളത്തുണി തന്നെ എടുക്കാനായിട്ട് നോക്കുക. എന്നാലും നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. ഏത് തുണി വേണമെങ്കിലും നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം. പക്ഷെ ഞാനിതിവിടെ ഇതേപോലെ ഒരു വെള്ള തുണി എടുത്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് മാത്രമേ ഞാനിത് അങ്ങനെ തന്നെ വെക്കുന്നുള്ളൂ. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അധികം നേരമൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ഇതേപോലെ ആയിട്ടുണ്ട്. ആ ഒരു ഷുഗറിൻ്റെ ആ ഒരു കളറൊക്കെ എന്താ പറയുക, ആ ഒരു തേനിൻ്റെ കളറൊക്കെ വന്നു തുടങ്ങി. ഇനി നമുക്കിത് വലിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹെയർ ഗ്രോത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ഒറ്റ വലിക്കാൻ പാടുള്ളൂ കേട്ടോ. കണ്ട
കണ്ടില്ലേ നിങ്ങൾക്ക് ലൈവായിട്ടാണ് നിങ്ങൾക്ക് ഞാൻ റിസൾട്ട് കാണിച്ചു തരുന്നത്. ആ എടുത്ത ഭാഗം ഇത്രയും ഹെയറാണ് അതിലെനിക്ക് വന്നിരിക്കുന്നത്. ആ ഒരു ഹെയർ ഉള്ള ഭാഗവും ഇല്ലാത്ത ഭാഗവും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തോരം ഹെയറാണ് എൻ്റെ പോയതെന്ന്. ഈ ഒരു സാധനം വർക്കിംഗ് ആണോ അല്ലേന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. വലിയ പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു ഉറുമ്പ് കടിക്കണ വേദന പോലും നമുക്കില്ല കേട്ടോ. എനിക്ക് അങ്ങനെ വേദന എടുത്തിട്ടില്ല. അപ്പോൾ അത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയും ഹെയറാണ് ഈ ഒരു ഷുഗർ വാക്സ് വഴി എൻ്റെ കാലുമെന്ന് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമ്മളെ വീട്ടിൽ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോയിൽ അടുത്തൊരു കണ്ടൻ്റായിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.